അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഹലാലായ ആഗ്രഹങ്ങൾ, ഉദ്ദേശങ്ങൾ സഫലമായി കിട്ടാൻ നമ്മെ സഹായിക്കുന്ന വെരി എഫക്റ്റീവായ ആത്മീയ ഒറ്റമൂലി പറയാം. പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. മുത്തുനിബിതങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ, സലാമുകൾ അധികരിപ്പിക്കേണ്ട മാസമാണ് പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം. എല്ലാവരും കഴിവിന്റെ പരമാവധി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം സുബ്ഹ് നിസ്കരിച്ച ശേഷം ആരോട് ഒന്നും സംസാരിക്കാതെ ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങളുടെ സകല ഉദ്ദേശങ്ങൾ, ആഗ്രഹങ്ങൾ വേഗത്തിൽ പൂവണിയും. ഒരുപാട് അനുഭവം, ഒട്ടനവധി ഗുണഫലങ്ങൾ നിറഞ്ഞൊരു സ്വലാത്താണ് നാരിയ സ്വലാത്ത്. നാരിയ സ്വലാത്ത് അറിയാത്തവർ വിരളമായിരിക്കും. സ്വലാത്തിന്റെ വചനം പറയാം. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫർജു ബിഹിൽ ഖുറബ് വതുഖ്ളാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹി റഗായിബ് വഹസ്നുൽ ഖവാതിമി വയസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. പ്രിയപ്പെട്ടവരെ, ഒരാൾ പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം സുബ്ഹ് നിസ്കാര ശേഷം ആരോടൊന്നും സംസാരിക്കാതെ 41 തവണ ഈ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്താൽ അവന്റെ ഉദ്ദേശം, ആഗ്രഹം പൂവണിയുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ബിഹിൽ ഹവായിജ്, ആ നിമിതങ്ങൾ കാരണമായി ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നു. ബിഹി റഗായിബ്, ആ നിമിതങ്ങൾ കാരണമായി ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുന്നു. ഈ ഭാഗം ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഓർത്തു ചൊല്ലുക. പ്രിയപ്പെട്ടവരെ, മഹത്തുക്കൾ പഠിപ്പിക്കുന്നു, എല്ലാ ദിവസവും സുബ്ഹ് നിസ്കാര ശേഷം 41 തവണ നാരിയ സ്വലാത്ത് പതിവാക്കി വന്നാൽ അവന്റെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതാണ്. അതിനാൽ എല്ലാ വെള്ളിയാഴ്ചയും സുബ്ഹ് നിസ്കാര ശേഷം ആരോട് ഒന്നും സംസാരിക്കാതെ 41 തവണ മേൽപ്പറയപ്പെട്ട നാരിയ സ്വലാത്ത് അർത്ഥം ചിന്തിച്ചുകൊണ്ട് ചൊല്ലുക. ആഗ്രഹങ്ങൾ വേഗത്തിൽ നിറവേറും.